എല്ലാവർക്കും നമസ്തേ. 2 ദിവസം മുമ്പ് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. നമ്മുടെ രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളൊന്നുമല്ല, കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളും ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി അന്നത്തെ സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാളികളെ ഉത്തേജിപ്പിച്ചിരുന്ന ആ ദേശീയ ഗീതം ആദ്യമായി നമ്മൾ സ്വാതന്ത്ര്യദിനത്തിന് പൂർണ്ണമായി ആലപിക്കുന്ന ഒരു സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ ആഘോഷിച്ചത്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് സർക്കാർ ദേശീയ ഗീതത്തെ അപമാനിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. സ്കൂളുകളിൽ ദേശീയ ഗീതം ആലപിക്കണം, പൂർണ്ണമായി ആലപിക്കണം എന്നുള്ള, അല്ലെങ്കിൽ ഈ നേരത്തെ അവർ ചെയ്തുകൊണ്ടിരുന്ന പോലെ 2 സ്റ്റാൻസ, അത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന സമയത്തോ അല്ല കേരളത്തിലെ മിക്കവാറൊന്നും ഈ വന്ദേമാതരം ചൊല്ലുന്ന ഒരു സമീപനം സർക്കാർ എടുത്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ഈ നിയമം ഇങ്ങനെ ബില്ല് കൊണ്ടുവന്ന് നിയമമായതിന് ശേഷം എല്ലാ സംസ്ഥാനങ്ങളും, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും തെലുങ്കാനയും ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇത് ആലപിക്കാൻ തയ്യാറായപ്പോൾ കേരളം മാത്രം അതിന് തയ്യാറായില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നതാരാണ്? മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. അവരെന്നും ഈ ദേശീയതയ്ക്കും വന്ദേമാതരത്തിനും എതിരായിരുന്നു എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. അവരോടൊപ്പം ചേർന്ന് കോൺഗ്രസ് ഭരണം തുടങ്ങിയ കാലം മുതൽ കേരളത്തിലെ കോൺഗ്രസ് തീർത്തും ദേശവിരുദ്ധ മനോഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പൊതുവേ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ തന്നെ അങ്ങനെ ഉള്ള ആൾക്കാരാണ് മേൽക്കൈ ഉള്ളതെങ്കിലും കേരളത്തിലേത് അതിലും ഒരു പടി കൂടി മുന്നോട്ട് കൂടുതൽ വിരുദ്ധതയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പറയാതെ ഇരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ദേശീയഗാനത്തിന് മാത്രം പ്രാധാന്യം, അതും മനസ്സോടെയാണ് ദേശീയ ഗാനത്തിന് അവർ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പ്രാധാന്യമൊന്നും നൽകിയിട്ടൊന്നുമില്ല അത് ആലപിക്കുന്നത്, ഈ ദേശീയഗീതം പാടാൻ തയ്യാറാകാതിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യാൻ കാരണം? അവരുടെ സഖ്യകക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതായത് നമ്മൾ ചുരുക്കി വിളിക്കുന്ന മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം എന്താണ്? ഈ ഇന്ത്യൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തെ മുറിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പാകിസ്ഥാനിൻ്റെ സ്ഥാപകനായ, അന്ന് കോൺഗ്രസ്സിലൊക്കെ ഉണ്ടായിരുന്ന, ആദ്യകാലത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്ന ആളാണ് മുഹമ്മദ് അലി ജിന്ന. ആ ജിന്നയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുന്നത്. ആ പാർട്ടിയുടെ നമ്മുടെ അന്ന് കേരളമില്ല, മദ്രാസ് പ്രൊവിൻസ് ആയിരുന്നു. മദ്രാസ് പ്രൊവിൻസിൻ്റെ ഉള്ള ഇന്ത്യൻ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ, അതായത് ജിന്നയുടെ മുസ്ലിം ലീഗിൻ്റെ 1935 മുതലുള്ള പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു എം മുഹമ്മദ് ഇസ്മയിൽ. അന്ന് അവരുടെ സമയത്ത് ഈ നമ്മുടെ കേരളത്തിലെ മുദ്രാവാക്യം എന്തുവായിരുന്നു? 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഇവരെല്ലാം പാകിസ്ഥാനു വേണ്ടി പ്രവർത്തിച്ചവരാണ്. നമുക്കറിയാം, മുസ്ലിം ലീഗ് രൂപീകരിച്ചത് തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ്, ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ് ജിന്ന മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നത്. ആ മുസ്ലിം ലീഗിൻ്റെ ഈ മദ്രാസ് പ്രൊവിൻസിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു എം മുഹമ്മദ് ഇസ്മയിൽ. അയാളുടെ ഒപ്പം തന്നെ എന്തോ ഒരു പോക്കറോ അതുപോലെ ഒരാളും ഉണ്ടായിരുന്നു.
എന്നാൽ സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മുടെ ഇന്ത്യ വിഭജിച്ചു, പാകിസ്ഥാൻ ഉണ്ടാക്കി. ഈ പാകിസ്ഥാന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ച ഈ മുഹമ്മദ് ഇസ്മയിൽ ഉൾപ്പെടെയുള്ള നേതാക്കളാരും പാകിസ്ഥാനിലേക്ക് ഇവരാവശ്യപ്പെട്ടതിന് പ്രകാരം രൂപീകരിച്ച പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറായില്ല. അത് അവരുടെ ഒരു അജണ്ടയായിരുന്നു. അവർ എന്താണ് ചെയ്തത്? പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നും പറഞ്ഞ് ഇവിടെ പ്രശ്നങ്ങളും സമരങ്ങളും ഉണ്ടാക്കിയിട്ട് പാകിസ്ഥാൻ രൂപീകരിച്ച സമയത്ത് അവർ പാകിസ്ഥാനിൽ പോകാതെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിന്നു. അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നും ആയിരുന്നില്ല, വീണ്ടും ഈ ഭാരതത്തിനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക, അല്ലെങ്കിൽ ഭാരതത്തിനെ വീണ്ടും കുറേ ഭാഗങ്ങളിലെങ്കിലും മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് അതിനെ വിഭജിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുഹമ്മദ് ഇസ്മയിൽ ഉൾപ്പെടെയുള്ളവർ അന്ന് ഈ പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങാൻ നടന്നവർ, പാകിസ്ഥാൻ കുത്തി വാങ്ങാൻ നടന്നവർ പാകിസ്ഥാനിൽ പോകാതെ ഈ നമ്മുടെ രാജ്യത്ത് തുടരുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള മുഹമ്മദ് ഇസ്മയിലാണ് ഈ നമ്മുടെ ഇപ്പം നിലവിലുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. അയാൾ 86 72 വരെ കണ്ട് അതിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു. ഇവിടെ നിന്ന് അതിൻ്റെ MP ഒക്കെ ആയിട്ടൊക്കെ ജയിച്ച ആളാണ് അയാൾ. നമുക്ക് ഒന്ന് ആലോചിക്കുക, അയാളുടെ ആ ഒരു ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം, ഇവരുടെ ഈ വന്ദേമാതരത്തിനെ അവർ അംഗീകരിക്കുമോ? ഇന്ത്യ വിഭജിക്കാൻ നടന്ന് അതിന് സമരം ചെയ്ത ആ ഒരു വിദ്വാൻ അന്ന് വിഭജനം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാതെ പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിൽ നിന്നിട്ട് അയാൾ രൂപീകരിച്ച ഒരു മുസ്ലിം ലീഗ്, അവരുടെ ലക്ഷ്യം എന്താണ്? ഈ ഇന്ത്യയെ വീണ്ടും ഇതേപോലെ ഒരു വിഭജനം നടത്തുക, അല്ലെന്നുണ്ടെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യം തന്നെയാണ് മുഹമ്മദ് ഇസ്മയിൽ. അയാൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചതോടുകൂടി ലക്ഷ്യമിട്ടത്. ഇതിന് ഇടയ്ക്ക് ഒരു വേറെ രസമുണ്ട്. 1980 മറ്റോ ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു തങ്ങളിൻ്റെ നേതൃത്വം, എന്തോ ബാഹുബലി തങ്ങളോ അങ്ങനെ എങ്ങാണ്ട് ഒരാളുടെ നേതൃത്വത്തിൽ ഈ മുസ്ലിം ലീഗിൽ നിന്ന് ഒരു വിഘടിത പാർട്ടി ഉണ്ടായി. അവരിട്ട പേര് തന്നെ എന്താണ്? ഈ മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടർ മുസ്ലിം ലീഗ് രൂപീകരിച്ചു. അത് ജിന്ന രൂപീകരിച്ച അതേ പേരിൽ തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, AIML. അവർ ഇടതുപക്ഷത്തിൻ്റെ കൂടി അവർക്ക് മന്ത്രി ഉണ്ടായിരുന്നു, MLA മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ വീണ്ടും അവർക്കറിയാം ഇത് ജിന്ന രൂപീകരിച്ച AIML തങ്ങൾ പുനരുജ്ജീവിപ്പിച്ചുവെങ്കിലും ഈ IUML അതേ ഐഡിയോളജിയിൽ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ തിരിച്ച്, എന്നാണെന്ന് ഞാൻ വർഷം ഓർക്കുന്നില്ല, തിരിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ലയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇവരൊന്നും മറ്റേ ജിന്നയുടെ ലീഗുമായിട്ട് ഒരു വ്യത്യാസമുള്ളവരല്ല ഈ IUML എന്ന് പറയുന്നത്. അതിന് പറയാൻ കാരണം ഇത് തന്നെയാണ്, പാകിസ്ഥാൻ രൂപീകരണത്തിന് വേണ്ടി ശക്തിയുക്തം പ്രവർത്തിച്ചവരും വാദിച്ചവരും അന്ന് വിഭജനം കഴിഞ്ഞ് പാകിസ്ഥാനിൽ പോകാതെ ഇന്ത്യയിൽ തന്നെ തുടർന്നുകൊണ്ട് അവർ രൂപീകരിച്ച പാർട്ടിയാണ് ഈ IUML. ഇത്ര മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും മുസ്ലിം ലീഗ് എന്തുകൊണ്ട് വന്ദേമാതരത്തിനെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ മറ്റ് രീതിയിലുള്ള മതസഹിഷ്ണുത, ഹിന്ദുക്കളോട് സഹിഷ്ണുത കാണിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ മറ്റൊന്നും വേണ്ട. ഇവരുടെ തന്നെ ഇപ്പോൾ ഒരു മന്ത്രിയായിട്ടുള്ള ഷാജി തന്നെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്ക് മതമാണ് പ്രശ്നമെന്ന്. അവരുടെ പ്രശ്നം മതം തന്നെയാണെന്ന് പുള്ളി വ്യക്തമായി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ വിഭജനം അവരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഈ കേരളത്തിലെ നിർബന്ധിതമായിട്ട് അവർ വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു വാങ്ങുന്നത്. സാധാരണ നമ്മുടെ കേരളത്തിൽ മുന്നണി ഭരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ആ പ്രധാന പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അത് LDF ആണെന്നുണ്ടെങ്കിലും ആദ്യകാലങ്ങളിൽ
കോൺഗ്രസ്സും അങ്ങനെയായിരുന്നു എന്നാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർ നിർബന്ധപൂർവം വിദ്യാഭ്യാസ വകുപ്പ് പിടിച്ചു വാങ്ങുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇവരുടെ അജണ്ട സ്കൂളുകളിൽ കൂടിയാണെങ്കിൽ വളർന്നു വരുന്ന തലമുറയിൽ അടിച്ചേൽപ്പിക്കാനൊക്കുകയുള്ളൂ. അതായത് അവരുടെ ആ ദേശവിരുദ്ധത, രാജ്യത്തെ ബഹുമാനിക്കുകയില്ല, നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കും എന്നുള്ള തരത്തിലുള്ള ആ ഒരു അവർക്ക് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് അത്യന്താപേക്ഷിതമാണ്. ഇത് തന്നെ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഒരു ഉദ്ഘാടനം നടന്നാൽ അവിടെ നിലവിളക്ക് തെളിക്കുക, കൊളുത്തുക എന്നുള്ളത്. അത് നമ്മൾ എന്താണ് പ്രതീകവൽക്കരണം? അത് മതപരമായ ചടങ്ങല്ല. അത് വളരെയേറെ മുസ്ലിം പണ്ഡിതന്മാർ തന്നെ പറയുന്നുണ്ട് നിലവിളക്ക് തെളിക്കുന്നതിൽ കൊളുത്തുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന്. പക്ഷേ ഇവരുടെ കടുത്ത മതവാദികൾ പറയുന്നത് എന്താണ്? ഇത് ഹൈന്ദവ ആരാധനയാണ്, അത് അനിസ്ലാമികമാണ് എന്നാണ് പറയുന്നത്. സത്യത്തിൽ നമ്മളത് ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഇരുട്ടിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിനെ പ്രതീകമാക്കിയാണ് നിലവിളക്ക് കൊളുത്തുന്നത്. ആ ഒരു ചടങ്ങ് പോലും നടത്താൻ തയ്യാറാകാത്തവരാണ് ഈ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ, നേതാക്കളും. സ്കൂളുകളിൽ പല ചടങ്ങുകൾ, ഉദ്ഘാടനങ്ങൾ നടക്കാറുണ്ട്. മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങുകൾ, വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകൾ നടക്കാറുണ്ട്. അവിടെയെല്ലാം എങ്ങനെയാണ് ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത്? ഭദ്രദീപം തെളിച്ച് അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷേ ലീഗിൻ്റെ മന്ത്രിമാർ എന്താണ് ചെയ്യുന്നത്? അതിനവർ തയ്യാറാകാതെ മാറി നിൽക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ചിന്ത എന്താണ്? നിലവിളക്ക് തെളിക്കുന്നത് ശരിയല്ല, തെറ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വകുപ്പിൻ്റെ മന്ത്രി പോലും അത് നിലവിളക്ക് കൊളുത്താതെ മാറി നിൽക്കുന്നത് എന്നുള്ള ചിന്ത കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടു വരികയാണ് ചെയ്യുന്നത്. ഇത് തന്നെ അവർ മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നതും അത് തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് അവർ ഈ വിദ്യാഭ്യാസ വകുപ്പ് നിർബന്ധപൂർവം ചോദിച്ചു വാങ്ങുന്നതും കോൺഗ്രസ് അതിനനുവദിക്കുന്നു. കോൺഗ്രസും ഇങ്ങനെ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി നിലവിളക്കൊക്കെ കൊളുത്തി അനുകരിക്കും എന്നുള്ളതല്ലാതെ നമുക്ക് തന്നെ അറിയാം. നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുള്ളി അമ്പലങ്ങളിലുമൊക്കെ പോയി എല്ലാം ചെയ്യും, ഞാൻ ഹിന്ദു ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടി, താൻ ഹിന്ദു ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടി. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്? അദ്ദേഹം മുടങ്ങാതെ ബൈബിള് വായിച്ച് ബൈബിൾ അനുസരിച്ചാണ് ജീവിക്കുന്നതെന്നും യേശുക്രിസ്തുവിൽ പുള്ളിക്ക് ഭയങ്കര വിശ്വാസമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം അതോടൊപ്പം പറഞ്ഞിട്ടില്ല ഞാൻ ബൈബിൾ വായിക്കും, രാമായണവും അല്ലെ മഹാഭാഗവതം അല്ലെന്നുടെ ഭഗവത്ഗീതയും വായിച്ച് അതാണ് എനിക്ക് പ്രചോദനം നൽകുന്നത് എന്ന് പറയാമായിരുന്നു അദ്ദേഹത്തിന്. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാം ഇതോടൊപ്പം തന്നെ ഞാൻ ബൈബിളും വായിക്കാറുണ്ട്, യേശുക്രിസ്തുവും എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും അയ്യപ്പൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയോ ഒക്കെ ഒപ്പം തന്നെ യേശുക്രിസ്തുവും തൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് ഞാൻ മുടങ്ങാതെ ബൈബിൾ വായിക്കും. അദ്ദേഹം ഭഗവത്ഗീതയോ രാമായണമോ ഒന്നും വായിക്കത്തില്ല, ബൈബിൾ മുടങ്ങാതെ വായിക്കും. യേശുക്രിസ്തുവാണ് അദ്ദേഹത്തിന് എൻ്റെ പ്രചോദനവും എല്ലാം. അപ്പം അങ്ങനെയുള്ള ആ കക്ഷി ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി, ഹിന്ദുക്കളുടെ വോട്ടില്ലാതെ അധികാരത്തിൽ വരാകത്തില്ലല്ലോ, നിലവിളക്ക് കൊടുത്തുമൊക്കെ ചെയ്യും എന്നുള്ള ആണെന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. പക്ഷേ ഈ വിദ്യാഭ്യാസ വകുപ്പ് കുഞ്ഞുങ്ങളുടെ മനസ്സ് പരുവപ്പെടുത്തിയെടുക്കുന്ന ആ വകുപ്പ് ഉൾപ്പെടെ ഇവർക്ക് കൊടുത്തിട്ട് ഇവരുടെ അജണ്ട നടപ്പാക്കാനാണ് കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനോടൊപ്പം തന്നെ ഭാരതത്തോടുള്ള സ്നേഹം കുറയ്ക്കുക, അതായത് ദേശീയ ഗാനത്തെയൊക്കെ അപമാനിച്ചാൽ, അതിനെ ഒഴിവാക്കി വിട്ടാൽ ജനങ്ങളിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ബോധം കുറേയേറെ കുറയും. ഒപ്പം തന്നെ നിലവിളക്ക് കൊളുത്തുന്ന ആ ഒരിത് അത് ഹൈന്ദവ പാരമ്പര്യമാണെന്നും അത് തെറ്റായിട്ടുള്ള കാര്യമാണെന്നും ഇവർക്ക് സന്ദേശം നൽകാനും ഈ വിദ്യാഭ്യാസ വകുപ്പ് വളരെയേറെ ഉപകരിക്കും. ഇങ്ങനൊക്കെ ഈ നമ്മുടെ ദേശത്തോട് അനാദരവ് കാണിക്കുകയാണ് ഇപ്പോഴും മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ ജിന്നയുടെ ലീഗല്ല, ഞങ്ങൾ
ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രൂപീകരിച്ച ലീഗാണെന്നൊക്കെയാണ് പറയുന്നത്. അത് ശരിയാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് IUML എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പുണ്ടായിരുന്ന ജിന്ന ലീഗിൻ്റെ പ്രധാന നേതാക്കൾ ചേർന്നാണ് പാകിസ്ഥാൻ വേണം എന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരുന്നത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ആ നേതാക്കൾ തന്നെ പാകിസ്ഥാൻ രൂപീകരിച്ചതിന് ശേഷം അങ്ങോട്ട് പോകാതെ ഇവിടെ നിന്നുകൊണ്ട് രൂപീകരിച്ച പാർട്ടിയാണ് IUML എന്ന് പറയുന്ന ആ ഒരു പാർട്ടി. അവരിൽ നിന്ന് നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അവർ നമ്മുടെ രാജ്യത്തെ വീണ്ടും ഒരു വിഭജനത്തിന് ഇൻഡയറക്റ്റായിട്ട് നേരിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് പരോക്ഷമായി അവർ ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യ എന്നുള്ള ഒരു സ്വത്വത്തെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുകയില്ല. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തെ അവർ അംഗീകരിക്കുകയില്ല. ചിഹ്നങ്ങളെ ഒന്നും അംഗീകരിക്കില്ല. ദേശീയ ബോധം അവർ കുട്ടികളിലോ അല്ലെ അവരുടെ സമൂഹത്തിലോ വളരാൻ അനുവദിക്കുകയുമില്ല എന്നുള്ള കാര്യം നമ്മൾ ദേശസ്നേഹികൾ, ദേശീയവാദികൾ മനസ്സിലാക്കി തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അതനുസരിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാത്തതാണ്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഇതിൽ ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഇത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക.